ചെറുതുരുത്തി പൈങ്കുളത്ത് നാലംഗ കുടുംബം ഒഴുക്കിൽപ്പെട്ടിരുന്നു. അതിൽ ഒരാൾ മരിച്ചു എന്ന വാർത്ത ഇപ്പോൾ വരുന്നു. ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയവരാണ് ഈ ഒഴുക്കിൽപ്പെട്ടത്. സൂരജ് സജ്ജ് ചേരുന്നുണ്ട്. സൂരജ്, ഒരാളുടെ മരണം വരുന്നു, എന്തൊക്കെയാണ് വിവരങ്ങൾ സൂരജ്? ഉന്മേഷ്, ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ചെറുതുരുത്തി പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ നാലംഗ കുടുംബം ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരാളെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ആ കണ്ടെത്തിയ ചെറുതുരുത്തി സ്വദേശിനി ഷാഹിന മരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് ഷാഹിനയെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഷാഹിനയുടെ ഭർത്താവ് കബീർ, അതോടൊപ്പം തന്നെ ഷാഹിനയുടെ 10 വയസ്സുള്ള മകൾ സറ, ഷാഹിനയുടെ അനുജത്തിയുടെ മകൻ ഫുവാത്ത് എന്നിവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ തുടരുന്നത്. ഇന്ന് വൈകുന്നേരം 4 മണിക്കാണ് ഈ ഫുവാത്തിന്റെ വീട്ടിലെത്തിയ ഈ 3 അംഗ കുടുംബവും കൂടി ചേർന്ന് 4 പേർ ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങുന്നതും പിന്നീട് ഒഴുക്കിൽപ്പെടുന്നതും 4 മണിയോടുകൂടിയാണ്. 4 മണിക്ക് ശേഷമാണ് ഈ അപകടം നടന്നത്. ഇതിനുശേഷം ഇവരെ കണ്ടെത്താനായില്ല. ഇനി 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ തുടരുകയാണ്. നിലവിൽ ഈ ഷാഹിനയുടെ മൃതദേഹം ചേലക്കരയിലെ സ്വകാര്യ ആശുപത്രിയിലാണുള്ളത്. ഉന്മേഷ്, സൂരജ്, ഈ 3 പേരെ കൂടിയാണല്ലോ കണ്ടെത്താനുള്ളത്. ഇപ്പോൾ ഈ എവിടെ നിന്നാണ് ഷാഹിനയുടെ ഈ ശരീരം നേരത്തെ കണ്ടെടുത്തത്? ഏത് മേഖലയൊക്കെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത് സൂരജ്? ഉന്മേഷ്, ഇവരെ ഇറങ്ങിയ ഇടത്തു നിന്ന് അല്പം മാറിയാണ് ഈ ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഈ മേഖല എന്ന് പറയുന്നത് ഈ ചെറിയ പാറക്കെട്ടുകൾ അടക്കമുള്ള നല്ല കുഴികളുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നാണ് ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഇവർ ഇറങ്ങിയ സ്ഥലത്ത് നിന്ന് അല്പം മാറിയാണ് ഷാഹിനയുടെ മൃതദേഹം കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ബാക്കി 3 പേരും ഒഴുക്കിൽപ്പെട്ട ഈ ഒഴുകിപ്പോയിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് നിലവിൽ ഈ ഫയർഫോഴ്സിന്റെ അടക്കം നിഗമനം. അതുകൊണ്ട് തന്നെ ഇവർ ഇറങ്ങിയ ഇടത്ത് നിന്ന് ദൂര മേഖലയിലേക്ക് മാറിക്കൊണ്ട് ഇപ്പോൾ ഈ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. നല്ല ഒഴുക്കായിരുന്നു ഈ മേഖലയിൽ ഉണ്ടായിരുന്നെന്നുള്ളത് പറയുന്നു. അതോടൊപ്പം തന്നെ ഈ പാറക്കെട്ടുകളായതിനാൽ ഈ ആഴം ഇവർക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഈ കുട്ടികൾ അപകടത്തിൽപ്പെടുകയും ഈ കുട്ടികളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ഷാഹിനയും ഖബീറും അപകടത്തിൽപ്പെടുന്നത്. ഇനി ഇതിൽ ഷാഹിനയുടെ സഹോദരിയുടെ മകൻ ഫുവാത്തിനെ കണ്ടെത്താനുണ്ട്. ഷാഹിനയുടെ മകൾ 10 വയസ്സുള്ള സറയെ കണ്ടെത്താനുണ്ട്. ഷാഹിനയുടെ ഭർത്താവ് കബീർ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. ഈ ഷാഹിനയുടെ സഹോദരിയുടെ വീട്ടിൽ എത്തിയതായിരുന്നു ഇവർ. അതിനുശേഷം സഹോദരിയുടെ മകനെയും കൂട്ടിയാണ് വൈകുന്നേരം ഈ 4 അംഗ സംഘം ഈ ഭാരതപ്പുഴയിൽ കുളിക്കാൻ എത്തുന്നത്. പക്ഷേ ഇവിടെ വച്ച് ഈ കുട്ടികൾ ഒഴുക്കിൽപ്പെടുകയും പിന്നീട് അവരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ 4 അംഗ സംഘവും അപകടത്തിൽപ്പെടുകയായിരുന്നു. നാട്ടുകാരാണ് ഈ ഷാഹിനയുടെ ആദ്യം കണ്ടെത്തുന്നത്. ഈ അല്പം ദൂരം മാറി ഷാഹിനയെ കണ്ടെത്തുന്നു. പക്ഷേ ഷാഹിനയെ പുറത്തെത്തിച്ച് ഈ ചേലക്കരയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അതിനോടകം തന്നെ മരണം സംഭവിച്ചിരുന്നുവെന്ന ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുകയായിരുന്നു. ഇനി ഒഴുക്കിൽപ്പെട്ട 3 പേരെ കൂടി കണ്ടെത്താനുണ്ട്. എന്തായാലും ദാരുണമായ സംഭവമാണ് ഈ ചെറുതുരുത്തിയിൽ ഉണ്ടായിരിക്കുന്നത്. ഇനി ഒഴുക്കിൽപ്പെട്ട 3 പേർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോഴും ചെറുതുരുത്തിയിൽ നിന്നും അതോടൊപ്പം തന്നെ ഷൊർണൂരിൽ നിന്നും എത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഈ ഭാരതപ്പുഴയിൽ നടക്കുകയും ചെയ്യുകയാണ്. ഉന്മേഷ്, ശരി സൂരജ്, ഒഴുക്കിൽപ്പെട്ട് 4 പേരെ കാണാതായി, ഒരാളെ കണ്ടെത്തി. ഇപ്പോൾ ഒരു മരണം സ്ഥിരീകരിക്കുന്നു. 3 പേർക്കായുള്ള തിരച്ചിൽ നടക്കുന്നു എന്നാണ് സൂരജ് സജ്ജ് അറിയിക്കുന്നത്.